Take page number 18. Answer these questions. Karanyu. Ini fun with words. Fun with words. Muhammad, turn on your video. Sai Krishna, turn on your video. Okay. Make as many words as you can with the word storybook. Storybook എന്ന വേർഡിൽ നിന്നും ഒരുപാട് വേർഡ്സ് അതിലെ ലെറ്റേഴ്സ് ഉപയോഗിച്ച് ഒരുപാട് വേർഡ്സ് നമ്മളോട് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. മുഹമ്മദ്, നിന്റെ ഉറക്കം പോയിട്ടേ ഇല്ല. പോയി ഒന്ന് മുകളിൽ നിന്ന് കഴിയിട്ട് വന്നേ. സ്റ്റോറി ബുക്സ്, സ്റ്റോറി ബുക്ക് ഒന്ന് നോക്കിയേ. In the word storybook, we can make two words directly. The first one is story and another one is book. Story എന്നുള്ള ഒരു വേർഡും കിട്ടും, book എന്നുള്ള ഒരു വേർഡും കിട്ടും, അല്ലേ? ഓക്കെ, പിന്നെ ഇനി എന്തൊക്കെ വേർഡ്സ് കിട്ടും അതിൽ നിന്ന് നോക്കിയേ. സ്റ്റോറി ബുക്ക്, STORYBOOK, സ്റ്റോറി ബുക്ക്. ഇത്രയും ലെറ്റേഴ്സ് അതിലുണ്ട്. അതിൽ നിന്ന് വേറെ ഒരു വേർഡ്സും ഉണ്ടാക്കാൻ പറ്റില്ലേ? സോർട്ട്, SORT, സോർട്ട്, സോർട്ട്, SORT, സോർട്ട്. അവിടെ എഴുതി വെച്ച മക്കളെ. ഫസ്റ്റ് വൺ സ്റ്റോറി, another one book, story, another one book, third one sort, third one sort. പിന്നെ ഏത് വേർഡ് ഉണ്ടാക്കാം? ബോയ്, BOY, boy. Very good, boy. Very good, boy. Next one, rook, 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 rook എന്ന് പറഞ്ഞാൽ എന്താ? rook. What do you mean by rook? rook എന്താ? ഒരിനം നമ്മള് എന്താ ഒരു വർഗത്തിൽപ്പെട്ട ഒരിനം കാക്കയാണ് നമ്മൾ റൂക്ക് എന്ന് പറയാറുണ്ട്. പിന്നെ ചതിക്കുന്നവരെയും റൂക്ക് എന്ന് പറയാറുണ്ട്. ഓക്കെ, ഇനി ഏത് വേർഡ് പറ്റുമെന്ന് പറഞ്ഞേ. അഗൈൻ മുഹമ്മദ്. മിസ് അതല്ല മിസ് എഴുതണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ തന്നെ എഴുതി വെച്ചോ മോനെ. സ്റ്റോറി ബുക്കിന് നേരെ എഴുതി വെച്ചോ. ഫസ്റ്റ് വൺ സ്റ്റോറി, സെക്കൻഡ് വൺ ബുക്ക്, നോക്കട്ടെ, തേർഡ് വൺ സോർട്ട്, പിന്നെ നെക്സ്റ്റ് ബോയ്. ഹന്ന പറഞ്ഞ മോനെ. ഹന്ന. നോ. പിന്നെന്താ? സൂക്ക്. ഹുയി സൂക്ക്. ധൈര്യം ഇല്ലാത്ത ആൾ, തന്റെ ഇടം ഇല്ലാത്ത ആൾക്കാർ നമ്മൾ എന്താ പറയാ? സൂക്ക് എന്ന് പറയാ. സൂക്ക്, SOOK, സൂക്ക്, SOOK, സൂക്ക്. ഫസ്റ്റ് വൺ റൂക്ക്, ROOK, റൂക്ക്. എഴുതിയോ? ഇതെന്തിനാ ബിനോയ് സെബാസ്റ്റ്യൻ എന്ന പേരിൽ കയറിയിട്ടുള്ളത്? അതെനിക്കറിയാം. യു ഹാവ് ടു ടൈപ്പ് യുവർ ഓൺ നെയിം. ഓക്കെ, മിസ്സിന് മനസ്സിലാകും. ഓക്കെ, ബാക്കി ടീച്ചേഴ്സിന് കുറച്ച് കൺഫ്യൂഷൻ ആകും. ഓക്കെ, ദെൻ എഴുതിയോ? മുഹമ്മദ് റിഹാൻ എഴുതി കഴിഞ്ഞോ? സ്റ്റോറി മനസ്സിലായോ? പേജ് നമ്പർ 18 മനസ്സിലായോ മോനെ? പേജ് നമ്പർ 18. ഫൺ വിത്ത് വേർഡ്സ്. Make as many words as you can with the word storybook. എന്നതിന്റെ മീനിങ് റിഹാനെ? സ്റ്റോറി ബുക്ക് എന്ന വേർഡിൽ നിന്ന് ആ ലെറ്റേഴ്സ് ഉപയോഗിച്ച് ഒരുപാട് വേർഡ്സ് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് വൺ എന്താണ്? സ്റ്റോറി. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഒരു വേർഡ് കിട്ടും, സ്റ്റോറി ബുക്ക് എന്നുള്ളതിൽ നിന്ന് സ്റ്റോറി. വേറെ തന്നെ ഒരു മീനിങ് അല്ലേ? സ്റ്റോറി ഹാസ് ഇറ്റ്സ് ഓൺ മീനിങ് അല്ലെ? കഥ എന്നുള്ള മീനിങ് കിട്ടി. നെക്സ്റ്റ് വൺ ബുക്ക്. എഴുതും മോനെ ഇവിടെ. സ്റ്റോറി ബുക്ക്. നെക്സ്റ്റ് വൺ സോർട്ട്. റിഹാനും ഏബലിനും വേണ്ടി മാത്രമാണ് മിസ് പറഞ്ഞത്. സ്പീഡിൽ എഴുതിക്കോളാം. ഏഞ്ചൽ എഴുതി കഴിഞ്ഞില്ലേ? ഏഞ്ചൽ
Page number 18, fun with words. Make as many words as you can with the word storybook. First one, story. Speed story. Second one, book. Third one, sort. S-O-R-T, sort. Another one, rook. R-O-O-K, rook. R-O-O-K, rook. Next one, sook. S-O-O-K, sook. S-O-O-K, sook. Okay. Another one, boy. B-O-Y, boy. Okay. All of you finished? Which is our next work? Here are some words which are connected with talk and walk. Put them in the correct columns. Here we can see there are two columns. First one, talk, and next one, walk. Talk എന്ന് പറഞ്ഞാൽ എന്താ? സംസാരിക്കുന്നതിനാണ് talk എന്ന് പറയാ അല്ലേ? Walk എന്താ? നടക്കുന്നതിനാണ് walk പറയാ. Okay. ടോക്കും വോക്കും ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് വേർഡ്സ് ഈ ബോക്സിൽ നമുക്ക് തന്നിട്ടുണ്ട്. അത് ഏതുമായി ബന്ധപ്പെട്ടവയാണോ അത് കറക്റ്റ് കോളത്തിൽ എടുത്ത് എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വൺ, stutter. What do you mean by stutter? Stutter means what? Stutter means വിക്ക് ഉള്ളവർ പറയുന്നത് കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? വിക്കി പറയുന്നത് നമ്മൾ സ്റ്റട്ടർ എന്ന് പറയാം. അപ്പൊ അത് ഏതുമായിട്ട് ബന്ധപ്പെട്ടവയാണ്? ടോക്കുമായിട്ട് ബന്ധപ്പെട്ടതാണോ വോക്കുമായിട്ട് ബന്ധപ്പെട്ടാണോ? ടോക്ക് ആണ് അല്ലേ? ടോക്ക്. സ്റ്റട്ടർ. സ്റ്റട്ടർ മീൻസ് വിക്കി പറയാ. സ്റ്റട്ടർ. സ്റ്റട്ടർ. ടോക്ക് എന്നുള്ള കോളത്തിൽ എടുത്ത് എഴുതുക. സ്റ്റട്ടർ. മുഹമ്മദ്, what are you doing with your phone? Stutter. Stutter is related with talk. Stutter means വിക്കി പറയാ. ഇനി second one, stagger. Stagger. Stagger means what? ആടി ആടി നടക്കുന്നതിന് നമ്മൾ എന്ത് പറയാ? Stagger എന്ന് പറയാ. Okay. So that is related with, stagger is related with walk. Write it in the second column. രണ്ടാമത്തെ കോളത്തിൽ എടുത്ത് എഴുതുക. റിഹാൻ എഴുതിയോ മോനെ? റിഹാനെ എഴുതിയോ? സ്റ്റാഗർ സെക്കൻഡ് കോളത്തിൽ എഴുതിയോ? യെസ്, വെരി ഗുഡ്. ഇനി തേർഡ് വൺ, സ്റ്റാമർ. 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 കൊഞ്ചി വർത്താനം പറഞ്ഞാൽ നമ്മൾ എന്ത് പറയാ? സ്റ്റാമർ എന്ന് പറയാം. So that is related with talk. Write it in the first column. Muhammad, write it in the first column. Stammer. Next one, whisper. Whisper. മർമറിംഗ് ആണ് അല്ലേ? മന്ത്രിക്കുന്നതാണ്. മെല്ലെ പിറുപിറുക്കുന്നത് നമ്മൾ എന്ത് പറയാം? whisper എന്ന് പറയാം. Okay, so that is related with talk. Write it in the first column. Write it in the first column. Before that, Shahbaz, page number 18. കണ്ടോ മോനെ? Page number 18 last one D കണ്ടോ? Page number 18 last D കണ്ടോ? അവിടെ കൊടുത്തിരിക്കുന്നത് കുറച്ച് വേർഡ്സ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. മോനോട് മാത്രം പറഞ്ഞിരുന്നത്. ഇനി മുതൽ ഓൺ ടൈമിൽ ക്ലാസ്സിൽ കയറാത്ത കുട്ടികൾക്ക് മിസ് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് തരില്ല. ഇപ്പൊ ഷാബാസ് കേട്ടോ. പേജ് നമ്പർ 18 ലാസ്റ്റ് വൺ ക്വസ്റ്റ്യൻ എന്താണ്? ടോക്കും വോക്കും ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് വേർഡ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഷാബാസേ, മോനോടാണ്. ഓക്കെ, ആ വേർഡ്സ് കറക്റ്റ് കോളത്തിൽ എടുത്ത് എഴുതുക. അതിൽ ഫസ്റ്റ് വൺ ടോക്ക്, സെക്കൻഡ് വൺ വോക്ക്. ഫസ്റ്റ് വേർഡ് എന്താ? സ്റ്റട്ടർ ആണ് അല്ലേ? കണ്ടോ ബോക്സിലെ ഫസ്റ്റ് വേർഡ് സ്റ്റട്ടർ കണ്ടോ? സ്റ്റട്ടർ ഒന്നാമത്തെ കോളത്തിൽ എഴുതുക. സ്റ്റട്ടർ. STUTTER. സ്റ്റട്ടർ മീൻസ് വിക്കി പറയാ.
Stutter. You have to write it in the first column. Stutter means wiki paraya. Second one, ipa thanne padichante kude njan chodikkuve. Second one, stagger. ആടി നടക്കുന്നതിനാണ് ഷഹബാസ് stagger എന്ന് പറയാ. So you have to write it in the second column. walkumayitte നടത്തമായിട്ട് ബന്ധപ്പെട്ടതല്ലേ. Write it in the second column, stagger. Third one, stammer. കൊഞ്ചി വർത്താനം, കുട്ടികൾ വർത്താനം പറഞ്ഞ് കേൾക്കുന്നില്ലേ, കൊഞ്ചി വർത്താനം പറയുന്നതിന് നമ്മൾ എന്ത് പറയാ, stammer എന്ന് പറയാ. So write it in the first column. ഒന്നാമത്തെ കോളത്തിൽ എഴുതിക്കോ. മൂന്നാമത്തേത് stammer, STAMMER, stammer. ഇനി next one, whisper. ഷഹബാസ്, whisper. Whisper means പിറുപിറുക്ക, murmuring sound ആണ് അല്ലേ. So write it in the first column. ടോക്കുമായിട്ട് ബന്ധപ്പെട്ടതല്ലേ മോനെ. Okay. Okay, another one, limp. Limp എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാവരും ശ്രദ്ധിക്കണേ. Limp means മുടന്തി നടക്കുന്നതിന് limp എന്ന് പറയാ. മുടന്തിക്കൊണ്ട് നടക്കുന്ന. അപ്പൊ ഏത് കോളത്തിൽ എഴുതേണ്ടത് ഷഹബാസേ? ഫസ്റ്റിലാണോ? Second one. Very good. Limp. Write it in the second column. Walk. Limp. LIMP, limp. LIMP, limp means മുടന്തി നടക്കുക. ഇനി mutter. Mutter means whisper, murmuring. Okay. So write it in the first column. Mutter എന്ന് പറഞ്ഞാലും മെല്ലെ സംസാരിക്കുന്ന നമ്മൾ എന്ത് പറയാ, mutter എന്ന് പറയാ. ഇനി stumble. STUMBLE, stumble. Muhammad, turn on your video. Stumble means ഇടറി വീഴുക. അതായത് നടക്കുമ്പോ ഇടറി വീഴുന്നോണ്ടിരിക്കുന്നതിന് നമ്മൾ എന്ത് പറയാ, stumble എന്ന് പറയാ. So write it in the second column. Second column എഴുതിക്കോ stumble. ഏബൽ ബിനോയി എന്താ പഠിക്കുന്നത്? ഏബൽ ബിനോയി, what are you doing? Show me your textbook. I can't see your textbook. Abel Binoy. Stumble എഴുതിയോ? Yes. Then last one, trip. Trip എന്നാ വഴുതി വീഴുന്നതിനാണ് trip എന്ന് പറയാം. So write it in the second column. Trip. Rihan, trip. Write it in the second column. Trip. Okay. കഴിഞ്ഞല്ലോ. ഷഹബാസ്, സി കണ്ടോ? ഫൺ വിത്ത് വേർഡ്സിലെ സി കണ്ടോ? ഇവിടെ സി കണ്ടോ? സി. എന്താണ് ക്വസ്റ്റ്യൻ? Make as, textbook നോക്കൂ. See, make as many words as you can with the word storybook. ശ്രദ്ധിക്കുക, എന്നെ തന്നെ സ്റ്റോറി ബുക്ക് എന്നുള്ള വേർഡ്സിൽ നിന്നും ഒരുപാട് വേർഡ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ആൻസർ മിസ് ഇപ്പൊ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ സ്റ്റോറി. വേഗം സ്പീഡിൽ എഴുതിക്കോ. അവിടെ ഒരു ഹൈഫൺ ഇട്ടിട്ട് സ്റ്റോറി എന്ന് എഴുതുക. സ്റ്റോറി ബുക്ക് എന്നുള്ള വേർഡ്സിൽ നമുക്ക് സ്റ്റോറി കിട്ടില്ലേ? ഷഹബാസേ, ഷഹബാസ് മോനെ എഴുതു, മോനെ എഴുത്. സ്റ്റോറി ബുക്ക് കണ്ടോ? അവിടെ എഴുതു. നീ ആരെയാണ് ഈ നോക്കുന്നത്? Where are you looking at? ഇവിടെ കണ്ടോ എന്റെ മോൻ? സ്റ്റോറി ബുക്ക് കണ്ടോ? അതിന്റെ നേരെ ഒരു വര വരച്ചേ, കുഞ്ഞു വര വരച്ചേ. ഓക്കെ, എന്നിട്ട് അവിടെ എഴുതുക സ്റ്റോറി. സ്റ്റോറി എഴുതി എന്റെ മോൻ. സ്റ്റോറി. STORY. Story. Edwin, why are you late in your class? Why are you late? മിസ്, എനിക്ക് ഇപ്പോഴാ ക്ലാസ് കിട്ടിയത്. ഓക്കെ, എഴുതിക്കോളാ. സി, ഫൺ വിത്ത് വേർഡ്സ്. സി എഴുതുക.
സ്റ്റോറി ബുക്ക് എന്നുള്ള വലിയ വേർഡിൽ നിന്നും ആ ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ട് ഒരുപാട് വേർഡ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ സ്റ്റോറി. മേക്ക് ഇറ്റ് ഫാസ്റ്റ്. സ്റ്റോറി. പേജ് നമ്പർ 18. പേജ് നമ്പർ 18. സി ഫൺ വിത്ത് വേർഡ്സ്. ഇനി ഞാൻ റിപ്പീറ്റ് ചെയ്യില്ല, സ്പീഡ് ആക്കണേ. സി സ്റ്റോറി. ഫസ്റ്റ് വൺ സ്റ്റോറി, സെക്കൻഡ് വൺ ബുക്ക്. എഴുത് എഡ്വിൻ. സ്റ്റോറി, സെക്കൻഡ് വൺ. മോൻ എവിടെ എഴുതുന്നത് എഡ്വിൻ? മിസ്സേ പേജ് നമ്പർ 18 അല്ലേ? പേജ് നമ്പർ 18 ഇവിടെ കണ്ടോ ഫൺ വിത്ത് വേർഡ്സില്? ഓക്കെ, ഫസ്റ്റ് വൺ സ്റ്റോറി, സെക്കൻഡ് വൺ ബുക്ക്, തേർഡ് വൺ സോർട്ട്. SORT സോർട്ട്. SORT സോർട്ട്. സ്പെല്ലിംഗ് ആ സ്റ്റോറി ബുക്ക് എന്നുള്ള സ്പെല്ലിംഗ് ആ വേർഡിന്റെ സ്പെല്ലിംഗിൽ നിന്നും ലെറ്റേഴ്സിൽ നിന്നും നമ്മൾ ഉണ്ടാക്കിയ വേർഡ്സ് ആണ് സോർട്ട്. നെക്സ്റ്റ് വൺ ബോയ്. BOY ബോയ്. BOY ബോയ്. Another one rook. ROOK rook. ROOK rook. Next one sook. SOOK sook. Okay, that's enough. Next one D നമ്മൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് എഡ്വിൻ. അതും ഇപ്പൊ ഒന്നുകൂടി മിസ് റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, അതെന്റെ മോൻ എന്ത് ചെയ്യാ, ഞാനത് ഗ്രൂപ്പിൽ ഇട്ട് തരാം. ഓക്കെ, ക്വസ്റ്റ്യൻ ഇത്രേ ഉള്ളൂ. ടോക്കും വോക്കുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറച്ച് വേർഡ്സ് ഈ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആ വേർഡ്സ് കറക്റ്റ് ആയിട്ട് കറക്റ്റ് കോളത്തിൽ എഴുതി വെക്കാം. ഓക്കെ, ഒന്ന് മിസ്സിന്റെ ക്ലാസ് ഒന്ന് യൂട്യൂബിൽ ഒന്ന് കാണണേ. ഓക്കെ, ഇനി നോക്കാം പേജ് നമ്പർ 19. പേജ് നമ്പർ 19. Let us learn grammar. Agmaya, turn on your video. Some nouns change their form completely when used in the plural. These are called irregular verbs. Irregular nouns. Sorry. Now we are going to learn what is irregular nouns. Irregular nouns എന്താണെന്ന് പഠിക്കാൻ വേണ്ടി പോവാണ് നമ്മൾ. Okay. Muhammad, do you want to say anything? Yes. വേം പറഞ്ഞോ. മിസ് ആന്റി പേജത്തെ ആ മറ്റേ നൗണ്ട ഇല്ല, ഈ ബുക്കത്തെ ആ നൗണ്ട പാടില്ല. പാടല്ല, പേജില്ല. പേജ് നമ്പർ 19 ഇല്ലേ? ഇല്ല. Okay, page number 19. Some nouns. എന്നെ തന്നെ ശ്രദ്ധിച്ചിരിക്കാം. Some nouns change their form completely when used in the plural. ചില വേർഡ്സ് നമ്മൾ പ്ലൂറൽ ആക്കുന്ന സമയത്ത്, ഓക്കെ, ചില വേർഡ്സ് നൗൺസിന്റെ കൂടെ നമ്മൾ പ്ലൂറൽ ആക്കുന്ന സമയത്ത് ചില SODS ചേർത്താൽ മതി. പണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? Y മാറ്റി കഴിഞ്ഞാൽ IES കൂട്ടിയാൽ നമുക്ക് അതിന്റെ പ്ലൂറൽ കിട്ടുന്നൊക്കെ നമ്മൾ 4th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ട്. ഇവിടെ നോക്കാം, ഇവിടെ പറയുന്നത് എന്താണ്? Some nouns change their form completely when used in the plural. നമ്മൾ ഒരു വേർഡിനെ അല്ലെങ്കിൽ ഒരു നൗണിനെ പ്ലൂറൽ ആക്കുന്ന സമയത്ത്, പ്ലൂറൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സിംഗുലറും പ്ലൂറലും എന്താണ്? സിംഗുലർ എന്ന് പറഞ്ഞാൽ ഒറ്റ ഒന്നാണ് അല്ലെ? സിംഗുലർ നൗൺ എന്ന് പറഞ്ഞാൽ ഒറ്റ ഒരു നൗൺ ആണ്. ഓക്കെ, ബോയ്. ബോയ് ഒരു നൗൺ അല്ലേ? അല്ലെ? ഇനി ആൺകുട്ടികൾ എന്ന് പറയണമെങ്കിൽ നമ്മൾ എന്ത് പറയും? ബോയ്സ് എന്ന് പറയും അല്ലെ? ബോയ് പ്ലസ് യെസ് ബോയ്സ്. അപ്പൊ അതെന്തായി? പ്ലൂറൽ ആയി. രണ്ടോ രണ്ടിലധികമോ ഉള്ള സാധനങ്ങളെ അല്ലെ നൗൺസ് നമ്മൾ എന്ത് പറയും? അങ്ങനെ നമ്മൾ എന്ത് പറയും? പ്ലൂറൽ നൗൺസ് എന്ന് പറയും. ഓക്കെ, മനസ്സിലായോ? ഇപ്പൊ ബോക്സ് ഒറ്റ ഒന്നല്ലേ? അല്ലേ ജോസി? എല്ലാവർക്കും ഉറക്കം വരികയാണ്. സിംഗുലറും പ്ലൂറലും ചെറിയ കാര്യമാണ് മിസ് പറഞ്ഞിരുന്നത്. സിംഗുലർ എന്ന് പറഞ്ഞാൽ ഒറ്റ ഒന്നാണ്, ഒരു ബോക്സ് ആണ്. ബോക്സസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരുപാട് ബോക്സ് ആയില്ലേ? നമ്മൾക്ക് അറിയില്ല എത്ര ബോക്സ് ഉണ്ടെന്ന്. രണ്ടോ അതിലധികമോ ഉള്ള സാധനങ്ങൾക്ക് നമ്മൾ എന്ത് പറയും? പ്ലൂറൽ എന്നാണ് പറയാ. പ്ലൂറലും സിംഗുലറും. സിംഗുലർ ഒറ്റ ഒന്നാണ്. പ്ലൂറൽ എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടോ അതിലധികമോ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ പ്ലൂറൽ എന്നാണ് പറയാ. ഓക്കെ, some nouns change their form completely when used in the plural.
ഇപ്പോ നമ്മള് ബോക്സ് എന്നുള്ളത് ബോക്സസ് എന്ന് പറയാറുണ്ട് അല്ലെ? പക്ഷെ ചില നൗൺസ് പ്ലൂറൽ ആക്കുന്ന സമയത്ത് അത് കംപ്ലീറ്റ്ലി ആ വേർഡിന്റെ ഫോമേ മാറിപ്പോകും. ഫോർ എക്സാമ്പിൾ ചൈൽഡ്. ചൈൽഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഒറ്റൊരു കുട്ടിയാണ് അല്ലെ? ചൈൽഡ് ഒറ്റൊരു കുട്ടിയല്ലേ? ഇനി ചിൽഡ്രൻ എന്ന് പറയുമ്പോഴോ കുട്ടികൾ. ചിൽഡ്രൻസ് എന്ന് നമ്മൾ പറയാറില്ല. ചൈൽഡ് എന്ന് പറഞ്ഞാൽ ഒറ്റൊരു കുട്ടിയാണ്. ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ തന്നെ കുട്ടികൾ എന്നായി അല്ലെ? അപ്പൊ അതിന്റെ ഫോം ഓട്ടോമാറ്റിക്കലി ഫുൾ മാറിയില്ലേ? ചൈൽഡ് ചൈൽഡ്സ് നമ്മൾ പറയാറില്ല. ചൈൽഡ് എന്തായി? ചിൽഡ്രൻ ആയി. വേറെ തന്നെ ഒരു വേർഡ് കിട്ടി. മനസ്സിലായോ? മനസ്സിലായോ മിസ് പറഞ്ഞത്? ഇപ്പൊ ബോക്സ് ബോക്സസ് ആവും. പക്ഷെ ചൈൽഡ് എന്താവില്ല? ചൈൽഡ്സ് ആവില്ല. ചൈൽഡ് എന്താകും? അതിന്റെ ഫോം കംപ്ലീറ്റ്ലി മാറും അല്ലെ? ചേഞ്ച് ആയിട്ട് അത് ചിൽഡ്രൻ ആകും. മനസ്സിലായോ? ഓക്കെ. നെക്സ്റ്റ് വൺ മാൻ എന്താകും? മാൻ. മാൻ ഒന്നാണ് അല്ലെ? മാൻ. ഇനി മെൻ ആകുമ്പോ അത് പ്ലൂറൽ ആയില്ലേ? മാനിന്റെ പ്ലൂറൽ എന്താണ്? മാൻസ് അല്ല. മാനിന്റെ പ്ലൂറൽ എന്താണ്? മെൻ ആണ്. ഓക്കെ. The plural of man is men. Third one mouse. Mouse. Okay. Mouse എന്ന് പറഞ്ഞാൽ ഒറ്റ ഒന്നാണ് മൗസ്. ഒറ്റൊരു മൗസ് എന്ന് നമ്മൾ പറയാറുള്ളൂ. ഓക്കെ. ഇനി നമ്മൾ അതിനെ പ്ലൂറൽ ആക്കുന്ന സമയത്ത് ഒരുപാട് എണ്ണുണ്ടെന്ന് നമ്മൾ എന്താ പറയാ? മൗസ് എന്താകും? മൈസ് ആകും അല്ലെ? മൗസ് എന്താകും? മൈസ് ആകും. The plural of mouse is mice. മൗസസ് നമ്മൾ പറയാറുണ്ടോ? ഇല്ല അല്ലെ? മൗസ് എന്താകും? മൈസ് ആകും. വേറെ തന്നെ ഒരു വേർഡ് ആകും അല്ലെ? ഇനി നെക്സ്റ്റ് വൺ റേഡിയസ്. റേഡിയസ് എന്ന് വെച്ചാൽ ആരം എന്നാണ് അർത്ഥം അല്ലെ? ഒരു വൃത്തത്തിന്റെ ആ പോയിന്റിൽ നിന്നും അതിന്റെ എന്താ പറയാം? അതിന്റെ ആരം. ഓക്കെ. ഇനി റേഡിയസസ് നമ്മൾ പറയാറില്ല. പറയാറുണ്ടോ? റേഡിയസിനെ നമ്മൾ പ്ലൂറൽ ആക്കുന്ന സമയത്ത് റേഡിയസസ് എന്ന് പറയാറില്ല. എന്താ പറയാ? റാഡി എന്ന് പറയാ. ഓക്കെ. മനസ്സിലായോ? ചൈൽഡ് ചിൽഡ്രൻ ആകും. ചൈൽഡ്സ് ആവില്ല. ചൈൽഡിന്റെ പ്ലൂറൽ എന്താണ്? ചിൽഡ്രൻ ആണ്. മാനിന്റെ പ്ലൂറൽ എന്താണ്? മെൻ ആണ്. മൗസിന്റെ പ്ലൂറൽ എന്താണ്? മൈസ് ആണ്. നെക്സ്റ്റ് റേഡിയസ് റാഡി. ഇനി അത് മനസ്സിലായല്ലോ. നെക്സ്റ്റ് വൺ some nouns are the same in both their singular and plural forms. നോക്കൂ മക്കളെ, ചില nouns ഉണ്ട് അതിനെ പ്ലൂറൽ ആക്കി കഴിഞ്ഞാലും അതേ വേർഡ് തന്നെയായിരിക്കും. അതിന്റെ കൂടെ എസ് ഓ എസ് ഓ ഐ എസ് ഓ ഒന്നും ചേർക്കുന്നില്ല. ഫോർ എക്സാമ്പിൾ ഷീപ്പ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എയർക്രാഫ്റ്റ്. ഫസ്റ്റ് എക്സാമ്പിൾ ഈസ് എയർക്രാഫ്റ്റ്. ഒരു എയർക്രാഫ്റ്റിനെ ആയാലും ഒരുപാട് എയർക്രാഫ്റ്റിനെ ആയാലും നമ്മൾ എയർക്രാഫ്റ്റ് എന്ന് തന്നെ മാത്രമാണ് പറയാ. എയർക്രാഫ്റ്റ്സ് നമ്മൾ പറയാറില്ല. ഓക്കെ. എയർക്രാഫ്റ്റ് അത് സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും എയർക്രാഫ്റ്റ് തന്നെയാണ്. എയർക്രാഫ്റ്റ്. ഓക്കെ. സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും ഒരേ വേർഡ് തന്നെയാണ് പറയാ. നെക്സ്റ്റ് വൺ ഡിയർ. ഡിയർ. ഒരു മാനിനെ ആയാലും നമ്മൾ ഡിയർ എന്ന് തന്നെയാണ് പറയാ. ഒരുപാട് മാനിനെ ആയാലും നമ്മൾ എന്ത് പറയാ? ഡിയർ എന്ന് തന്നെയാണ് പറയാ. ഡിയേഴ്സ് പറയാറില്ല. അണ്ടർസ്റ്റുഡ്? അപ്പൊ another one. Okay. എയർക്രാഫ്റ്റും ഡിയറും ആയി. ഇനി നെക്സ്റ്റ് ഇ. Write the plurals of these nouns. നെക്സ്റ്റ് വർക്ക് എന്താണ്? Write the plurals of these nouns. കുറച്ച് nouns കൊടുത്തിട്ടുണ്ട് അല്ലെ? There we can see 6 nouns and we have to write the plurals of that nouns അല്ലെ? അവിടെ കൊടുത്തിരിക്കുന്ന nounsന്റെ plurals ഫോം നമ്മൾ അവിടെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വൺ ചൈൽഡ്. ചൈൽഡിന്റെ പ്ലൂറൽ നൗൺ എന്താ? പറഞ്ഞോ ഹന്ന. ചിൽഡ്രൻ. റൈറ്റ്. ചിൽഡ്രൻ. ചൈൽഡ് എന്താകും നമ്മൾ പറഞ്ഞത്? ചിൽഡ്രൻ. റൈറ്റ്. ചിൽഡ്രൻ. ചിൽഡ്രൻ. നെക്സ്റ്റ് വൺ. നെക്സ്റ്റ് വൺ ഷീപ്പ്. The plural of sheep is sheep itself. Sheep തന്നെയാണ്. Sheeps എന്ന് പറയാറില്ല നമ്മൾ. Sheep തന്നെയാണ്. Right. Sheep. Second one sheep. Third one food. Food.
The plural of foot is feet. Feet. Right, feet. F-E-E-T. Feet. Foot in the plural endana? Feet aanu. Feet. F-E-E-T. Feet. The next is goose. Goose. Vaatayana le. Goose. The plural of goose is geese. Geese. G-E-E-S-E. G-E-E-S-E. Geese. Next, oasis. Oasis. Right. O-A-S-E-S. Last, sixth one, fish. Fishes. F-I-S-H-E-S. ഇനി F നോക്കൂ മക്കളെ. Change the underlined nouns into their singular forms. Okay? Change the underlined form Angel, do you want to say anything? Miss, fifth one കിട്ടിയില്ല. Sixth one, fishes. Fifth one, oasis. O-A-S-E-S. Maripacha. O-A-S-E-S. Okay, next. Change the underlined nouns into their singular forms. അവിടെ 6 സെന്റൻസ് കൊടുത്തിട്ടുണ്ട്. കണ്ടോ? And underline ചെയ്ത നൗൺസിനെ നമ്മൾ എന്ത് ചെയ്യുക? സിംഗുലർ ഫോമിലേക്ക് മാറ്റാം. അവിടെ പ്ലൂറൽ നൗൺസ് ആണ് കൊടുത്തിരിക്കുന്നത്. അത് നമ്മൾ എന്താക്കുക? സിംഗുലർ നൗൺ ആക്കുക. ഓക്കെ. മേക്ക് അതർ നെസസറി ചേഞ്ചസ് were required. ഓക്കെ. നമ്മൾ സിംഗുലർ നൗൺ ആക്കുന്ന സമയത്ത് അതിന് വേണ്ട ചേഞ്ചസ് കൂടി മാറ്റി ആ സെന്റൻസ് ഒന്ന് റീറൈറ്റ് ചെയ്യാം. ഓക്കെ. നമുക്ക് നോക്കാം. ഓക്കെ മുഹമ്മദ് പറഞ്ഞോ. First one, the sheep grazed in the meadows. Parno. The sheep grazed in the meadows. Sheep ine nammal endaki maatanam? Singular noun aakanam. Sheep inde singular noun endha? Edha Lakshmi Priya. What is the singular form of sheep? Sheep. Sheep itself. Appo the sheep grazed in the meadows endagum? Meadows endagum Nayana? Unmute yourself. Meadows endagum? Meadows inde singular noun endana? Meadow alle? S avada kalanya pore? Appo endagum first sentence? The sheep grazed in the meadow. Meadow. Yes, ningal ഒന്ന് cross mark cheya. You have to write it in the notebook. ഇത് നോട്ട്ബുക്കിലേക്ക് നിങ്ങൾ മാറ്റി എഴുതണം വീട്ടിന്നെ. And you have to submit your note before 8 PM. 8 മണിക്ക് മുന്നേ നിങ്ങൾ ഇത് എനിക്ക് സബ്മിറ്റ് ചെയ്യാം. നോട്ട് മാത്രം. Okay, next, second one. Keep the books on the shelves. Keep the books on the shelves. Keep the books. What is the singular form of books? Books in a singular enda? Book aanalle. Keep the book on the shelves endagum shabase? Shelf agum. Shelf. So keep the book on the shelf. Shelves maati shelf akka. Shabas എഴുതിയോ? Keep the books. S തടയുക. X ഒരു ക്രോസ് മാർക്ക് ചെയ്യുക. On the shelf. Shelf അവിടെ ക്രോസ് മാർക്ക് ചെയ്തിട്ട് അവിടെ എന്ത് എഴുതാ? Shelf. S-H-E-L-F. Shelf. S-H-E-L-F. Shelf. Next one, third one.
The policeman caught the thieves. The policeman. Policeman എങ്ങനെ singular ആക്കാം? The policeman. The policeman caught the thieves. Thieves became thief. 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 Shahbaz, what are you doing? Third one. The policeman became policeman. Policeman ന്റെ ME തടഞ്ഞിട്ട് E നിങ്ങൾ ക്രോസ് മാർക്ക് ചെയ്യുക, അവിടെ A എഴുതാം. The policeman caught thieves, not thieves, thief. THIEF, thief. Next, fourth one. The mice looked for cheese in the cupboards. The mice became mouse. The singular form of mice is mouse. Mice avade cross mark ചെയ്തിട്ട് mouse ആക്കുക. Mouse. MOUSE, mouse. MOUSE, mouse. Looked for cheese in the cupboards, not the cupboards. Cupboard. Yes, നിങ്ങൾ ക്രോസ് മാർക്ക് ചെയ്താൽ മതി അവിടെ. Cupboard മാത്രം പോരെ. Cupboards എന്ന് വേണ്ടല്ലോ. The mouse looked for cheese in the cupboard. Okay, next, fifth one. The hunters saw the deer by the apple tree. The hunters became hunter. HUNTER, hunter. Hunter saw the deer by the apple tree. Deer, what is the singular form of deer? Deer itself. So the hunter saw the deer by the apple tree. Okay, avade hunters ine matram S ningal cross mark ചെയ്താൽ മതി. Okay, last one. The women looked after the children. The women looked after the children. Women. What is the singular form of women? Woman. 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 EN അല്ല അവിടെ. അത് പ്ലൂറൽ ആണ്. ഓക്കെ, പ്ലൂറൽ ഫോം ആണ്. Women. Women. WOMAN. ഈ നിങ്ങൾ ക്രോസ് മാർക്ക് ചെയ്തിട്ട് അവിടെ A എഴുതുക. Women looked after the children. Children became, what is the singular form of children? Child. The woman looked after the child. Okay, that's enough for today. Okay, shall we wind up the class? Bye.